2 കുട്ടികളുള്ളതായാലും കുഴപ്പമില്ല. എന്റെ മകൻ ഞാൻ മരിക്കലിനെ മുന്നിൽ പെണ്ണിട്ട് കാണാതെ പോതി കൊണ്ടാണ്. ശരി ശരി, നോക്കട്ടെ. ഇന്ന് എത്ര അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് അറിയില്ല, ഞാൻ നോക്കിട്ട് വിളിക്കാം. ശരി ശരി ശരി, നോക്കാം. ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എത്ര അപ്പോയിന്റ്മെന്റ് ഉണ്ട്? ഇന്നൊരു 5-6 അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന്. 6? ഞാൻ പറഞ്ഞില്ല 5-ൽ കൂടുതൽ എടുക്കരുതെന്ന്. അത് ഒരാളിങ്ങനെ വന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോ പിന്നെ ഞാൻ എഴുതിയതാണ്. ആണല്ലേ? എന്നാ പിന്നെ ആ പയ്യനെ വിളിച്ച ആരാളെ? ഇപ്പൊ ഫസ്റ്റത്തെ ഒരാളെ വിളിച്ചോ. എനിക്ക് നല്ലൊരു മൊഞ്ചത്തിനെ കല്യാണം കഴിക്കണം. നല്ലൊരു മൊഞ്ചത്തിനെ തന്നെ വേണല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതിനാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. അതെ അതെ. എന്താ പേരെന്താ പറഞ്ഞ? ആഷിർ. ആഷിർ. ആഷിർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വാഴയിലെ നായകന്റെ പേരാണ്. ഓക്കെ ഓക്കെ. സ്ഥലം എവിടെയാ? നിലമ്പൂര്. നിലമ്പൂര്. ഓ, കുറെ ദൂരത്താണല്ലോ. വയസ്സ് എത്ര? 26. 26 അല്ലേ? ഓക്കെ. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എന്ത് എക്സ്പീരിയൻസ്? വല്ല ഗൾഫിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ്? അങ്ങനെയൊന്നുമില്ല. ഗവൺമെന്റ് ജോലി അതിന് നോക്കിയിട്ടില്ല. നോക്കിയിട്ടില്ല. വീടുണ്ടോ? വീട് ഇപ്പൊ ഒരു 3 സെന്റ് സ്ഥലമുണ്ട്. അതിലിപ്പോ പഞ്ചായത്തില് ഫണ്ട് പാസ്സായിട്ടുണ്ട്. തറപ്പണി നടന്നോണ്ടിരിക്ക. 3 സെന്റ് വീടുള്ളൂ. എന്നിട്ട് നിനക്ക് മൊഞ്ചത്തി പെണ്ണിന് വേണം. നീ ഫയൽ കണ്ടോ? ഈ ഫയലൊക്കെ വല്ല വിദ്യാഭ്യാസം അല്ല, വലിയ യോഗ്യത അല്ല, വലിയ ബിസിനസ്സുകാരൊക്കെ ഫയലാണ്. ഇവർക്ക് തന്നെ പെണ്ണ് കിട്ടിയിട്ടില്ല, അറിയോ? ആഗ്രഹം. നിനക്കിപ്പോ എന്താ വേണ്ടെന്നറിയോ? പെണ്ണല്ല വേണ്ട. ആദ്യം നിനക്ക് വേണ്ട ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ്. അപ്പൊ ഏതായാലും നീ വന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു, നീ നിലമ്പൂരിൽ നിന്ന് വരും, അത്രയും ദൂരത്ത് നിന്ന് വരികയാണ്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് എന്താ വെച്ചാല്, പെണ്ണിനെ ആദ്യം കാണാൻ കഴിയില്ല. ആദ്യം പെണ്ണിന്റെ വാപ്പാര് വരും, അവരായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. കാരണം പെണ്ണുങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വാപ്പാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ വാപ്പാര് ഈ ചെക്കനായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് അവര് ഓക്കെ ആണെങ്കിൽ പെണ്ണിനെ കൊണ്ടേ കാണിച്ചു തരും. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്തായാലും നമ്മൾ വാപ്പാരെ വിളിക്കട്ടെ, ഒന്ന് സംസാരിച്ചു നോക്കാം കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. ഒരു രക്ഷ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടോ, ഇതൊക്കെ വലിയ വലിയ ഫയലുകളാണ്. 3 സെന്റ് എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ പെണ്ണ് തരാൻ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത്രയും ദൂരത്ത് വരാൻ കാരണം ഇവിടെ വന്നാല് ഒരു പെണ്ണ് ശരിയാവുന്നില്ല. ഒരു പേര് എനിക്കുണ്ട്, അത് ശരിയാണ്. ശരി, നോക്കാം നമുക്ക് എന്തായാലും. ശ്രമിക്കാം. ഞാൻ വിളിക്കാം. ഷാഫി, ഒന്ന് വിളിക്കേ. നീ ഇതിനു മുമ്പ് ഇവിടെ വന്നതല്ലേ? 2 മാസം മുമ്പ് വന്നിരുന്നു. നിന്റെ ഫയൽ ഇവിടെ റിജക്റ്റ് ആണ്. ഞാൻ പഞ്ചായത്തിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ഈ ഫോട്ടോയിൽ കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ 23 വയസ്സാ തോന്നി. നിന്നെ കണ്ട 10-35 വയസ്സിൽ ഈ ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് ഫോട്ടോ ഇങ്ങനെ മിനിക്ക് കൊണ്ടുകൊണ്ടൊന്നും ഇവിടെ പെണ്ണ് കിട്ടൂല. ഷാഫി, ഞാൻ അന്ന് പറഞ്ഞാണല്ലോ, ഇത് റിജക്ട് ആയ ഫയലല്ലേ? ഞാൻ അയാളോട് അന്ന് തന്നെ പറഞ്ഞു, ഇത് സമയമില്ലാത്തോട്ട് ഈ ഫയലൊന്നും നടക്കൂല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒറിജിനൽ ഫോട്ടോ ഒക്കെ വെച്ചൊരു ഫയൽ ഇവിടെ കൊണ്ടുവന്നില്ല, ഞാൻ നോക്കാൻ ശ്രമിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇല്ലാതെ നിങ്ങൾ ഈ പഞ്ചായത്ത് MLA കൊണ്ട് വിളിപ്പിച്ചിട്ടൊന്നും പെണ്ണ് കിട്ടുമെന്ന് തോന്നുന്നില്ല. പൈസ എത്രയായാലും വിഷയമില്ല. പൈസന്റെ അല്ല ഇവിടെ പ്രശ്നം. പൈസ ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യത്തിന് പൈസ കിട്ടുന്നുണ്ട്. നിങ്ങൾ സമയം മെനക്കെടുത്താൽ ചെല്ലു. പിന്നെ കാണാം. ഷാഫിയെ, നമ്മളെ പെണ്ണിന്റെ വാപ്പന്മാരെ ഏതാ അവൈലബിൾ ആയിട്ടുള്ള ഇവിടെ? ഇപ്പൊ നമ്മളെ കുഞ്ഞുണ്ണിയാക്കിയുണ്ട്, മറ്റേ സീതൽവാക്കിയുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആഷിർ ഉണ്ടല്ലോ, പുറത്തിരിക്കണ്ടല്ലോ, അവനെ വിളിച്ചോ, വാപ്പാരെ വിളിക്കാം, അവന് ഒരു ഇന്റർവ്യൂ നടത്തിക്കോട്ടെ. അപ്പൊ ഏതാ മറ്റേത് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് എടുക്കാം. ശരി ശരി, ഓക്കെ. കുഞ്ഞിനൊക്കെ നല്ല ചെക്കൻ വന്നിട്ടുണ്ട്. വാഴയിലെ നായകന്റെ ലുക്ക് ഉണ്ട്. എന്താ പേര്? ആഷിർ. പിന്നെ ഡീറ്റെയിൽ ഒന്നും ചോദിക്കണ്ട, ഒക്കെ ഇവിടെ ക്ലിയർ ആണ്, ഒരു പ്രശ്നമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഡിമാൻഡ് പറയും. നമ്മള് മോള് BSc നഴ്സിംഗ് ആണ്. അതറിയാലോ. അപ്പൊ വിദേശത്ത് സെറ്റിൽ ആകാൻ പറ്റിയ ചെക്കന്മാർ. അല്ല, ഞാനിപ്പോ നിലമ്പൂരിൽ മണ്ണാർക്കാട് ഞങ്ങൾ ഓഫീസിൽ വന്നത് KSRTC ബസ്സിലാണ്. അല്ല, അത് എന്താ എന്താ സെബീർ, ഇതെന്താ മനക്കടുത്ത് തന്നെ വിളിക്കണത്? അവിടെ പറഞ്ഞ നല്ല ടീമാണ് മതി അറിയില്ല. ചെക്കൻ നല്ലതാണേ, ചെക്കൻ നല്ലതാണ്. അത് ചക്ക ചൂ നോക്കാം. ഷാഫി, അടുത്ത വിളിക്കാം. ഞാനിപ്പോ അങ്ങനെ ഓൾറൗണ്ടർ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നേ. പ്രത്യേകിച്ചൊന്നുമില്ല. മാസം ഒരു തട്ടിമുട്ടി ഒരു 10-25 ഒപ്പിക്കാം. ആസ്തി പറഞ്ഞാൽ വീട്ടിലൊരു പശു ഉണ്ട്, പിന്നെ ഒരു 3 സെന്റില് വീട് തറപ്പണി നടന്നുകൊടുക്കാണ്, പിന്നെ ഒരു iPhone 13 Pro ഉണ്ട്, അതിന്റെ EMI ഒക്കെ കഴിഞ്ഞ്. ശരിയല്ലേ? അതെ, നല്ല വിദ്യാഭ്യാസം വേണം,
നല്ല സാമ്പത്തികം വേണം. പിന്നെ മസ്റ്റായിട്ട് അറിയണം കുക്കിംഗ്. അത്യാവശ്യം പാചകം നന്നായിട്ട് അറിയണം. അറിയാലോ അല്ലേ? പാചകം നന്നായിട്ട് അറിയണം. കാരണം അവള് ജോലിക്ക് പോകുന്നതാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് വേണം. അതല്ലാത്തൊരു പയ്യനെ എനിക്ക് വേണം. ചോദിക്കാം നമുക്ക്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എത്ര ഉണ്ടാവും ഏകദേശം? ഒരു തട്ടിക്കൂട്ടി ഒരു 150 ഒപ്പിക്കാം. പക്ഷേ ഇത് നമുക്ക് ശരിയാവില്ല. ഇനി നല്ലൊരു ആലോചന അപ്പൊ ഞാൻ വരാം കേട്ടോ. ഞാൻ പോവാണേ. ഇതൊന്നും നമുക്ക് ശരിയാവില്ല. എന്താണ് ശരി, ഞാൻ പറയാം. എന്താ പാപ്പ അല്ല, അത് ഇതൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ നീ വന്ന സ്ഥിതിക്ക് ഞാനത് സംസാരിച്ചു നോക്കാം. ഞാൻ രാവിലെ തന്നെ പറഞ്ഞു. എന്ത് ചെയ്യാ, പെൺകുട്ടികളെക്കാട്ടും പെൺകുട്ടികൾ വാപ്പാര് പറയുന്നതാണ് ഇപ്പൊ ഭയങ്കര ഡിമാൻഡ്. അല്ല, വാപ്പാര് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ പെൺകുട്ടികൾ പറയുന്നതാണ് ഈ വാപ്പാര് പറയുന്നത്. അപ്പൊ ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് ഇനി എങ്ങനെ പെണ്ണ് കിട്ടും? സാധാരണക്കാർ പെണ്ണ് കെട്ടുന്ന അവസ്ഥ കുറച്ച് പ്രയാസം തന്നെയാണ്. എന്തായാലും നീ ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ വിളിക്കാം കേട്ടോ. ഒരുപാട് പ്രതീക്ഷയോടാണ് നിലമ്പൂരിന്ന് ഇവിടേക്ക് ബസ് കയറി വന്നത്. അതൊക്കെ ശരിയായിരിക്കാം. എന്തായാലും ഞാൻ വിളിക്കാം കേട്ടോ. ഷാഫി, കഴിഞ്ഞല്ലോ അല്ലേ ഇന്നത്തെ? ഇല്ല, ഒരാളും കൂടി ഉണ്ട്. ഒരു പ്രായമുള്ള ഒരാൾ, ആ റിക്വസ്റ്റ് ചെയ്ത ഒരാളില്ല, അയാളവിടെ വെയിറ്റ് പ്രായമുള്ള ഞാൻ പറഞ്ഞാണ് ലാസ്റ്റ് നോക്കാന്ന് പറഞ്ഞാണ്. ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിക്കാൻ തരും നോട്ടെ. ശരി ശരി. ഇരിക്ക്. അല്ല കാക്ക, ഇവിടെ ഇപ്പൊ നല്ല കുതിരക്ക് തന്നെ പുല്ലില്ല. നിങ്ങളിപ്പോ ഈ പ്രായത്തിലേക്ക് വന്ന് പെണ്ണ് കെട്ടാൻ ചോദിച്ചപ്പോ എന്താ പറ്റി കഥ? എനിക്കല്ല മോനെ, പിന്നെ എന്റെ ചെറുക്കനും മതി. ചെറുക്കനോ? ചെറുക്കൻ എന്ത് ചെയ്യുന്നു? ടാപ്പിംഗാണ് പണി. പിന്നെ എത്ര വയസ്സുണ്ട്? 28 വയസ്സായിട്ടുണ്ട്. 28 വയസ്സ്. ടാപ്പിങ്. എന്റെ പൊന്നാര കാക്ക, ഈ ഫയലൊക്കെ നോക്കിങ്ങള്. ഇതൊക്കെ ഭയങ്കര ജോലിക്കാര്, ഭയങ്കര ബിസിനസ്സുകാര്, വലിയ വലിയ കോടീശ്വരന്മാരെ ഫയലുകളാണ്. ഇവർക്കൊന്നും ഇപ്പൊ നമ്മളെ നാട്ടില് പെണ്ണ് കിട്ടാനില്ല. പിന്നെ ആ സ്ഥലത്തേക്കാണ് ഇപ്പൊ നിങ്ങൾ ഈ ടാപ്പിംഗ് തൊഴിലാളി 27 വയസ്സ്, ഇവിടെ 22, 25 വയസ്സിലെ നല്ല ചൊങ്കൻ ചക്കന്മാര് വരുന്നുണ്ട്. അവിടേക്ക് നിങ്ങൾ ഈ പറഞ്ഞ ടാപ്പിംഗ് തൊഴിലാളിക്ക് പെണ്ണ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഒരു പെണ്ണുണ്ടാക്കാം. പൊന്നാരമാണ്, ഞാൻ ഒരുപാട് സ്ഥലത്ത് പെണ്ണന്വേഷിച്ചു 4-5 കൊല്ലായി. കിട്ടൂല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പെണ്ണ് കിട്ടാനില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടാപ്പിംഗ് തൊഴിലാളികൾക്കും സാധാരണ കൂലിപ്പണിക്കാർക്കൊന്നും പെണ്ണ് കിട്ടാനില്ല. ഇനി പെണ്ണ് കിട്ടിയാലുള്ള അവസ്ഥ എന്താ നിങ്ങൾക്കറിയാം? ഒരു സാധാരണക്കാരന് പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മഹർ 3 പവമാണെങ്കിൽ 3-4 ലക്ഷം റുപ്യ വേണം. പിന്നെ ഓർക്ക് മൊബൈൽ വാങ്ങി കൊടുക്കണം പെണ്ണിന്, പിന്നെ മിഠായി കൊടുക്കണം പെണ്ണിന്, പിന്നെ ഇതിന്റെ ചെലവ് ഇതൊക്കെ കൂടി വേണമെങ്കിൽ ഒരു 10 ലക്ഷം റുപ്യ വേണം. സാധാരണക്കാരന്റെ ഇവിടുന്ന് 10 ലക്ഷം റുപ്യ മുടക്കിയിട്ട് ഒരു കല്യാണം നടത്താൻ പറ്റുക? ഇത് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥയാണ്. നിങ്ങൾ അതേക്ക് നിങ്ങൾ ഈ ടാപ്പിംഗ് തൊഴിലാളികളെ ഇങ്ങനെ ഈ ചെക്കന് വന്ന് പെണ്ണ് വെച്ച് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുക? എനിക്കില്ലെങ്കിൽ തന്നെ വലിയ വലിയ ഫയലുകൾ കിടക്കുന്നു. നിങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ സ്വീപ്പാക്കാൻ നിൽക്കില്ല. മോനെ, നമുക്കൊരു 2ാം ഘട്ടമായാലും മതി. വല്ല മാർഗമുണ്ടോ? എന്റെ കാക്ക, നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് നിങ്ങൾ കണ്ടോ? ഇതൊക്കെ ഈ കിടക്കുന്ന ഫയലൊക്കെ ഉണ്ടല്ലോ, ഇത് നോക്കി. ഇതൊക്കെ കല്യാണം കഴിക്കാത്ത ചെക്കന്മാരെ. ഇവർക്കൊക്കെ 2ാം ഘട്ടമായാലും കുഴപ്പമില്ല, ഒരു പെണ്ണ് തരുമെന്നാ ചോദിക്കുന്നത്. ഇനി ഞാൻ എന്താ കാട്ടുക? 2 കുട്ടികളുള്ളതായാലും കുഴപ്പമില്ല. എന്റെ മകൻ ഞാൻ മരിക്കലിനെ മുന്നിൽ പെണ്ണിട്ട് കാണാതെ പോതുകൊണ്ടാണ്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ വിളിക്കാം. എങ്ങനെയെങ്കിലും നോക്ക്. ഒരു പേരക്കുട്ടീനെ കാണാതെ പോതുകൊണ്ടാണ് മരിക്കണേനെ മുന്നിൽ. ഞാൻ നോക്കാം കാക്ക, ഞാൻ വിളിക്കാം കേട്ടോ. എന്തെങ്കിലും നിവൃത്തി ഞാൻ വിളിക്കാം.